ഹായ് ഓൾ, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒറ്റൊരു ബീട്രൂട്ട് വെച്ചിട്ട് നല്ല അടിപൊളി പച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പച്ചടിയാണിത്, ബീട്രൂട്ട് പച്ചടി. അപ്പോൾ എല്ലാവരും കയറ്റി ഇതുപോലെ ചെയ്ത് നോക്കുക, ഞാൻ ചെയ്തതുപോലെ. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ എൻ്റെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു ബീട്രൂട്ട് വെച്ചിട്ട്, അതായത് നമുക്കൊന്ന് മതി, ഒരു വലുത് മതി, ഒരു ബീട്രൂട്ട് വെച്ചിട്ട് നല്ല അടിപൊളി പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പച്ചടിക്ക് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് എടുക്കുക, 2 പച്ചമുളക് മതി, 3 പച്ചമുളക് എടുക്കാം, നമുക്ക് എരിവില്ലെങ്കിലോ. 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ തൈര് ചേർത്തിട്ടാണ് അരക്കേണ്ടത്. കുറച്ച് തൈര് ഒഴിച്ചിട്ട് തേങ്ങ അരക്കുക, അല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളം എക്സ്ട്രാ വെള്ളമായി പോകും. അതുകൊണ്ട് നമുക്ക് തൈര് തന്നെ ചേർത്തിട്ട് നമുക്ക് ഈ പച്ചടിക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലി നന്നായിട്ട് ചെത്തിയിട്ട്, ബീട്രൂട്ടിൻ്റെ തൊലി നന്നായിട്ട് ചെത്തിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക വേണ്ടത്. അതായത് ചെത്തുന്നതിനെ കൊണ്ട് ചെത്തിക്കഴിഞ്ഞാൽ നൈസായി പോകും, വളരെ നൈസായി പോകും. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം നൈസാക്കി ചെത്തിക്കഴിഞ്ഞാൽ അടിഞ്ഞ പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട്, ആ കട്ട് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കേണ്ടത്. അതായത് ബീട്രൂട്ടും പച്ചമുളകും മാത്രം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതിന് വേകാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തൈരും തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ചെത്തിയിട്ട് വേകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കണം. ഓക്കെ, ഞാനിത് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അധികം നേർങ്ങനെ കട്ട് ചെയ്താൽ അത് ചണ്ടി പോലെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മുഴുവനും ഈ ചട്ടീനകത്ത് വാരിയിടാം. ഇത് മുഴുവൻ ഈ ചട്ടീനകത്ത് വാരിയിട്ടതിന് ശേഷം ഈ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതായത് 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതും ഇതിനകത്തിടണം. എന്നിട്ട് കുറച്ച് വെള്ളം, അല്പം വെള്ളം മാത്രം ഒഴിക്കാം, കാരണം കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. തൈരിൻ്റെ വെള്ളവും ഇതിൻ്റെ വെള്ളവും ആകുമ്പോൾ കുറേ ആയിപ്പോവും. കുറച്ച് വെള്ളം മാത്രം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് വേകാനുള്ള വെള്ളം മാത്രം. കാരണം വെച്ചാൽ ബീട്രൂട്ടിന് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വേകാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ട്, അത് ചട്ടിയിൽ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ചട്ടി വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് ചട്ടിയിൽ വെക്കുന്നത്. അപ്പോൾ ഈ ചട്ടീനകത്താക്കിയിട്ട് ഈ 2 സാധനം മാത്രമേ വേണ്ടൂ. ഈ 2 സാധനം അടുപ്പത്ത് വെക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ മിക്സിയിൽ അരക്കണം. കുറച്ച് തൈര് ചേർത്തിട്ടാണ് തേങ്ങ അരക്കുന്നത്. അപ്പോൾ അത് അരച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ഈ അടുപ്പത്തേക്ക് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വേകാൻ വേണ്ടി വെച്ച സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിന്. കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പൊന്ന് അതിനകത്ത് പിടിച്ചോട്ടെ. പോരെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഉപ്പ്. ഇപ്പം തൽക്കാലം ഇത്ര മാത്രം ഇട്ടിട്ട് നമുക്കിത് വേകാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ആവശ്യമുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, കാരണം വെച്ചാൽ ബീട്രൂട്ട് ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് വന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമ്മളെ ബീട്രൂട്ട് ഇത് അവിടെ നന്നായിട്ട് വെന്ത് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇതിനകത്ത് അങ്ങനെ വെള്ളമൊന്നുമില്ല, വെള്ളം പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം കൂടി ചട്ടി പിടിച്ച് വലിച്ചെടുക്കൂ, കാരണം അതിനാണ് ചട്ടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിന് സൈഡായിട്ട് നമുക്കൊരു കടായി വെച്ചിട്ട് കുറച്ച് കടുക് വറക്കണം. കടുക് വറുത്തിട്ട് പൊടിച്ചിടാൻ വേണ്ടിയാണിത്. കാച്ചി വിത്താൻ വേറെ വെക്കാം. ഇത് പൊടിച്ചിടാൻ വേണ്ടിയാണ് കുറച്ച് കടുക് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതൊന്ന് വറുത്തിട്ട് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പൊട്ടട്ടെ. അപ്പോൾ ഇത് പൊട്ടുന്നത് വരെയൊക്കെ നമുക്ക് കാത്തു വെക്കാം, കുറച്ച് സമയം പൊട്ടട്ടെ. അപ്പോൾ അതിന് വേണ്ടി ആ തേങ്ങയും തൈരൂടെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം തൈരിൽ തന്നെ തേങ്ങ അരിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 പീസ് വറ്റൽ മുളകിട കഷ്ണാക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ബീട്രൂട്ട് വേവിച്ചത് ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഈ തൈരും തേങ്ങയും അരച്ചത് ഇതിനകത്തേക്ക് വയ്ക്കാൻ വേണ്ടത്. ബീട്രൂട്ട് നന്നായി തണിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിൽ മാറ്റിയിട്ട് ഇതിനകത്ത് തൈരും തേങ്ങ അരച്ചത് വയ്ക്കുക. പോരാത്ത ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് മാറ്റാം. ഞാൻ കടുകൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വറുത്ത കടുക് വേറെ തന്നെ പൊടിച്ചിട്ടിടണം. വറുത്തിട്ട് കാച്ചിട്ട് വേറെ വയ്ക്കണം. പക്ഷെ അത് കൂടാതെ കണ്ട് കുറച്ച് വറുത്ത കടുക് വേറെ തന്നെ ഇടണം. നന്നായി പൊടിച്ചിട്ട് അതിനകത്തേക്ക് മാറ്റാം.
പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് മാറ്റാം. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് മാറ്റിയിടാം. ഈ കടുക് കാച്ചി ഒഴിക്കാൻ വേണ്ടത്. ഇനി ഇതിനകത്ത് കടുക് കാച്ചി ഒഴിക്കാൻ വേണ്ടത്. അപ്പോൾ കാഞ്ഞ കടായിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേ ഒഴിക്കണ്ട, ഒരുപാട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് കൂടി പൊട്ടിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പണിയാണിത്. ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ബീട്രൂട്ട് വേണ്ട സമയം മാത്രമേ വേണ്ടൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ് ഇത്. നല്ല ബീട്രൂട്ട് പച്ചടി. പപ്പായൻ്റെ പച്ചടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എല്ലാവരും കയറി കാണുക. അപ്പോൾ ഇത് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കായമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കായമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അത് കൂടി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുകൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി, വേറെ പണിയൊന്നും ചെയ്യുന്നു പ്രത്യേകിച്ചിട്ട്. നമ്മളെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നിൽക്കാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുകയോട് ചെയ്യാം. മറ്റുള്ളവർക്ക് കൂടി നല്ല അറിവിലേക്ക് പറ്റിയ വീഡിയോ ആണിത്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മാറ്റി വയ്ക്കാം. മുഴുവനായിട്ട് ഇതിനകത്തേക്ക് മാറ്റി വയ്ക്കാം. എൻ്റെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പച്ചടിയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, ബായ്.